നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ സിദ്ദീഖിന്റെ ആത്മകഥ കൊച്ചി ചലച്ചിത്ര മേഖലയിലെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് പ്രകാശനം ചെയ്തിരുന്നു. ജീവിതവും സിനിമയും സമ്മാനിച്ച അനുഭവങ്ങളെ പലപ്പോഴായി പകർത്തി എഴുതിയത് പുസ്തക രൂപത്തിൽ ആക്കുകയായിരുന്നുവെന്നാണ് സിദ്ദീഖ് പറഞ്ഞത്. പുസ്തകത്തിന്റെ പേരാകട്ടെ അഭിനയമറിയാതെ. ഒരിക്കലുമില്ല, നന്നായിട്ട് അഭിനയമറിയാം. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ സിദ്ദീഖിന്റെ അഭിനയത്തെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പ്രതികരണം വൈകിയത് ഷോയുടെ തിരക്കിലായതിനാലാണെന്നും ഒളിച്ചോടിയതല്ലെന്നുമാണ് സിദ്ദീഖ് വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മയെയല്ല. റിപ്പോർട്ട് പുറത്തു വന്നതിൽ സംഘടനയ്ക്കും സന്തോഷമേ ഉള്ളൂ. അമ്മ സംഘടനയിലെ അംഗങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന റിപ്പോർട്ടിനെ സംഘടന എന്തിന് എതിർക്കുന്നതെന്നും സിദ്ദീഖ് ചോദിച്ചു. തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും സിദ്ദീഖ് ആവശ്യപ്പെട്ടു. 40 വർഷമായി സിനിമാ മേഖലയുള്ള സിദ്ദീഖിന് ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് അനുഭവപ്പെട്ടത്. മലയാള ചലച്ചിത്ര മേഖലയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്നാണ് അമ്മ സംഘടന പറഞ്ഞു വെക്കുന്നത്. ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല. മാഫിയ എന്നൊക്കെ പറയുന്നു. മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു പവർ ഗ്രൂപ്പിനും സിനിമയെ നിയന്ത്രിക്കാനാവില്ല. ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ സംഘടനയല്ല. സിനിമാ മേഖലയിലെ വനിതകൾക്കുള്ള ബുദ്ധിമുട്ട് പഠിക്കാനാണ് കമ്മിറ്റി നിയോഗിച്ചത്. അതിലേറെയും ഞങ്ങളുടെ അംഗങ്ങളാണുള്ളത്. തൊഴിലിടങ്ങളിൽ ഞങ്ങളുടെ അംഗങ്ങൾ സുരക്ഷിതരായിരിക്കണമെന്നത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. മാധ്യമങ്ങൾ ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ദുഃഖകരമാണെന്നുമാണ് സിദ്ദീഖ് പ്രതികരിച്ചത്. ഇന്നേ വരെ തന്നോട് ആരും മോശമായി പെരുമാറിയിട്ടില്ലെന്നും ആരും കഥകിൽ വന്ന് മുട്ടിയിട്ടില്ലെന്നുമാണ് ജോമോൾ പ്രതികരിച്ചത്. തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിലെ പ്രമുഖർ ആരാണെന്ന് അറിയില്ലെന്നുമാണ് ജോമോൾ പറഞ്ഞത്. ഒരു പ്രമുഖ നടി പറയുന്നു മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ഒരു സമയത്ത് തനിക്കും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, താനും മാറി നിന്നുവെന്നും ജോമോൾ പറഞ്ഞു. സഹപ്രവർത്തകർ നേരിട്ട ദുരനുഭവങ്ങളോടുള്ള ജോമോളുടെ നിസ്സംഗതയ്ക്ക് നേരെ സോഷ്യൽ മീഡിയ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. പക്ഷെ പ്രസ് മീറ്റ് അവസാനിച്ചപ്പോഴേക്കും കത്തിക്കയറിയത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജഗദീഷ് ആയിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതാർഹമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് ജഗദീഷ് ആവശ്യപ്പെട്ടത്. വേട്ടക്കാരുടെ പേര് എന്തിന് റിപ്പോർട്ടിൽ ഒഴിവാക്കിയെന്നും ആരോപിതർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ എന്നുമാണ് ജഗദീഷ് പറഞ്ഞത്. അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. വാതിലിൽ മുട്ടിയെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. ഒറ്റപ്പെട്ട സംഭവങ്ങളും അന്വേഷിക്കണം. പല തൊഴിലിടത്തും അങ്ങനെയല്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ്. അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഭാവിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും ജഗദീഷ് അടിവരയിട്ട് പറഞ്ഞു. റിപ്പോർട്ടിലെ വിലയിരുത്തലുകളെ സാമാന്യവൽക്കരിക്കരുത്. വിജയിച്ച നടിയോ നടനോ വഴിവിട്ട പാതയിലൂടെ വന്നവരാണെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ വേദന ഉണ്ടാക്കുന്നതാണ്. റിപ്പോർട്ടിൽ ചില പേജുകൾ എന്തിന് ഒഴിവാക്കിയെന്ന വിശദീകരണം സർക്കാർ നൽകേണ്ടി വരും. ഇരയായവരുടെ പേര് ഒഴിവാക്കാം, വേട്ടക്കാരുടെ പേര് ഒഴിവാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കോടതിയിൽ മുദ്രവച്ച കവറിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിൽ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കണം. ആ പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരണം എന്നാണ് ജഗദീഷ് പറഞ്ഞത്. പേരുകൾ പുറത്തുവിടാൻ ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ അത് നടക്കട്ടെ. കോടതി എന്ത് തീരുമാനമെടുത്താലും പൂർണ്ണമായി സഹകരിക്കും. ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ കോടതി പറഞ്ഞാൽ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ അമ്മ തയ്യാറാണ്. പവർ ഗ്രൂപ്പ് ഒരു ആലങ്കാരിക പദമാണ്. സ്വാധീനമുള്ള വ്യക്തികളെന്നാകും ഉദ്ദേശിച്ചത്. പവർ ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടില്ല. സ്വാധീനമുള്ള വ്യക്തികളെ ആധിപത്യമെന്നാകും ഉദ്ദേശിച്ചത്. മാഫിയ ഉണ്ടെന്ന് കരുതുന്നില്ല. കാസ്റ്റിംഗ് കൗച്ച് ചിലർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരത് പറയുമ്പോൾ അന്ന് പറയാത്തത് എന്താ എന്ന് ചോദിക്കാനാവില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും പരാതി ഉന്നയിക്കാമെന്ന് ജഗദീഷ് വിശദീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിയത് എന്തിനാണെന്നതിൽ മതിയായ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഇക്കാലം കൊണ്ട് വലിയ മാറ്റമുണ്ടായേനെ. ഇന്ന് നടിമാർക്ക് പരാതി പറയേണ്ടി വരില്ലായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ ഭയം വന്നിട്ടുണ്ട്. തെറ്റോ ചൂഷണമോ സംഭവിച്ചാൽ ചോദിക്കാൻ സംവിധാനങ്ങളുണ്ടെന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. എല്ലായിടത്തും ചൂഷണമില്ല. ചൂഷണമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെ ജനങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും ജഗദീഷ് പറഞ്ഞു. ഹേമ കമ്മിറ്റി അടിസ്ഥാനമാക്കി ഹൈക്കോടതി ഉചിതമായ തീരുമാനമെടുക്കും. അത് തങ്ങൾക്ക് സ്വീകാര്യമായ കാര്യമാണ്. അതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും. അറിവുള്ള കാര്യങ്ങൾ മൊഴിയെ രേഖപ്പെടുത്താനും തയ്യാറാണ്. ഹേമ കമ്മിറ്റി രൂപം കൊണ്ടതോടെയാണ് പരാതികൾ പറയാൻ വേദിയൊരുങ്ങിയത്. സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഇക്കാലത്തുണ്ടായിട്ടുണ്ട് എന്ന് കരുതി 5 കൊല്ലം മുൻപ് നടന്നാലും 10 കൊല്ലം മുൻപ് നടന്നാലും ലൈംഗിക ചൂഷണം സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമല്ല. അതിനെതിരെ നടപടിയെടുക്കണം. അമ്മയിലെ ആർക്കെങ്കിലും എതിരെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ അവർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ എന്നാണ് ജഗദീഷ് പറഞ്ഞത്. ദിലീപിന്റെ കേസിൽ സംഘടനയിൽ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ ദിലീപ് രാജിവെച്ചു.
അയാൾക്കെതിരെ പിന്നീട് അമ്മ അച്ചടക്ക നടപടി എടുക്കേണ്ട കാര്യമില്ല. അക്കാര്യത്തിൽ കോടതിയാണ് ഇനി വിധി പറയേണ്ടത്. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണമെന്ന കാര്യത്തിൽ അമ്മ ഉറച്ചു നിൽക്കുകയാണ്. ആരാണ് കുറ്റവാളിയെന്ന് കോടതി തീരുമാനിക്കും. കോടതി വിധി അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ജഗദീഷ് ചൂണ്ടിക്കാട്ടി.